നിയമത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും പൂർത്തീകരണത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ്. നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കാനല്ല, നിവൃത്തിയാക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. മതാത്മകതയുടെ 2 സത്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, മതങ്ങൾ ദൈവത്തെ അന്വേഷിക്കുന്ന ആത്മീയ സംവിധാനങ്ങളാണ്. 2, എന്നാൽ ക്രിസ്തു മതത്തിൽ മനുഷ്യനെ അന്വേഷിക്കുന്ന ദൈവത്തെയാണ് ഞാൻ അഥവാ നാം കണ്ടുമുട്ടുന്നത്. ഈ പശ്ചാത്തലം ഹൃദയത്തിൽ വച്ചുകൊണ്ട് വേണം ഈ വചനത്തെ നാം മനസ്സിലാക്കുവാൻ. 3 തലങ്ങളുണ്ട് ഇന്നത്തെ വചനത്തിൽ. ഒന്ന്, നിയമത്തെയും പ്രവാചകന്മാരെയും ഇല്ലാതാക്കുവാനല്ല, പൂർത്തീകരിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് യേശു പറയുന്നു. 2, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. വചനത്തിൻ്റെ ശാശ്വതമായ സ്വഭാവമാണ് പറയുന്നത്. 3, നിയമത്തെ ലംഘിക്കുകയോ ലംഘിക്കുവാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനായി പരിഗണിക്കപ്പെടും. എന്നാൽ അനുസരിക്കുകയും അനുസരിക്കുവാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനായി പരിഗണിക്കപ്പെടും. 3 തലങ്ങളിൽ ഈ ധ്യാനത്തെ നമുക്ക് ക്രമപ്പെടുത്താമെങ്കിൽ, 1, തിരുവെഴുത്തുകളോടുള്ള യേശുവിൻ്റെ സമീപനം. 2, പൂർത്തിയാക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം. 3, യേശുവിൻ്റെ ദൗത്യം. ഒന്നാമതായി, തിരുവെഴുത്തുകളോടുള്ള യേശുവിൻ്റെ സമീപനം. അത് ശ്രദ്ധിക്കേണ്ടതും അനുകരിക്കേണ്ടതുമാണ്. കാരണം ഇന്ന് സഭയ്ക്ക് തിരഞ്ഞെടുക്കുവാൻ നിരവധി മോശം ബദൽ ഉദാഹരണങ്ങളുണ്ട്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും തിരുവെഴുത്തുകളുടെ വിവിധ ഭാഗങ്ങൾ പരീക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പരിഹാസ്യമായ അനേകം പഠനശാഖകളുണ്ട്. വിഡ്ഢികളായ മനുഷ്യർ മണ്ടത്തരങ്ങൾ പറയുന്നു. എന്നാൽ യേശു സത്യങ്ങൾ വെളിവാക്കുകയാണ്. ഇവിടെ കർത്താവ് ഉറപ്പിച്ച് പറയുന്നത് പുതിയ നിയമം പഴയതിനെ വ്യാഖ്യാനിക്കുന്നില്ല, മറിച്ച് അത് പൂർത്തിയാക്കുന്നു എന്നാണ്. യേശു വന്നിരിക്കുന്നത് ന്യായപ്രമാണങ്ങളും പ്രവാചകത്വങ്ങളും നിറവേറ്റുന്നതിനാണ്. അതായത്, 1, താൻ നിറവേറ്റുമെന്ന് തിരുവെഴുത്തുകൾ പറയുന്നതെല്ലാം ശാരീരികമായി നിറവേറ്റുന്നതിലും, 2, തിരുവെഴുത്തുകൾ ഇതിനകം പറഞ്ഞ കാര്യങ്ങൾ അവൻ്റെ പഠിപ്പിക്കലിലൂടെ വ്യക്തമാക്കുന്നതിലേക്കും വേണ്ടിയാണ് എന്ന സത്യമാണ് കർത്താവ് വിവക്ഷിക്കുന്നത്. രണ്ടാമതായി, പൂർത്തിയാക്കുക എന്ന വാക്കിൻ്റെ അർത്ഥത്തിന് നിരവധി അർത്ഥതലങ്ങളുണ്ട്. ഗ്രീക്ക് പദം പ്ലേറോസായി എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സ്ഥിരീകരിക്കുക, സാധൂകരിക്കുക, പൂർത്തിയാക്കുക അല്ലെങ്കിൽ നിർവഹിക്കുക, പൂർണ്ണമായത് അതിൻ്റെ അവസാനത്തിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. എന്നാൽ ന്യായപ്രമാണത്തെക്കുറിച്ച് യേശു പറയുന്ന മറ്റെല്ലാം അടിസ്ഥാനമാക്കി ഇവിടെ പ്രയോഗിക്കുന്ന വാക്കിൻ്റെ ഏറ്റവും ഉചിതമായ അർത്ഥം അതിൻ്റെ യഥാർത്ഥ അർത്ഥം വ്യക്തമാക്കുക എന്നാണ്. അതായത്, യേശു വന്നത് ന്യായപ്രമാണത്തിൻ്റെ ഉദ്ദേശത്തെ നിരാകരിക്കാനല്ല, മറിച്ച് അതിൻ്റെ ആചരണം നിയമസാധുതയിലേക്ക് ജീർണിച്ച ഒരു സമയത്ത് നിയമം യഥാർത്ഥത്തിൽ എന്താണെന്ന് വിശദീകരിക്കാനാണ്. അതിൻ്റെ പൂർണ്ണത കർത്താവ് പറഞ്ഞു, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് സംഗ്രഹം. 3, യേശുവിൻ്റെ ദൗത്യം. യേശു ഇവിടെ തൻ്റെ ദൗത്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഗ്രീക്കു പദമായ എൽത്തോൺ എന്നതിൻ്റെ അർത്ഥം ഞാൻ വരുന്നു എന്നാണ്. മുൻകാലത്തുള്ളതല്ല, ഇപ്പോൾ ഉള്ള അവസ്ഥ, ഇപ്പോഴത്തെ പ്രവൃത്തി, വർത്തമാനകാല യാഥാർത്ഥ്യം. അതാണ് കർത്താവ് പറയുന്നത്. താൻ ഒരു കന്യകയിൽ നിന്ന് ജനിച്ചതും ന്യായപ്രമാണത്തിന് കീഴിൽ വളർന്നതും യോഹന്നാനാൽ സ്നാനമേറ്റതും ഇപ്പോൾ ഒരു മലമുകളിൽ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് യേശു ഇവിടെ വിശദീകരിക്കുന്നു. അത്ഭുതങ്ങൾ, രോഗശാന്തികൾ, ക്രൂശിക്കപ്പെടുക, സംസ്കരിക്കപ്പെടുക, മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക എന്നിവയ്ക്കായി അവൻ
ഇവിടെ വരികയും ജീവിക്കുകയും ചെയ്യുന്നു. അതാണ് ഞാൻ വരുന്നു അഥവാ വന്നിരിക്കുന്നു എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് തന്നെ. അതാണ് കർത്താവ് പറയുന്നത്, ഞാൻ വന്നിരിക്കുന്നത് ഇല്ലാതെയാക്കുവാനോ നശിപ്പിക്കുവാനോ അല്ല, മറിച്ച് നിറവേറ്റാനാണ്. യേശു ആഗ്രഹിക്കുന്ന സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് യേശുവിനോടൊപ്പം ജീവിക്കുവാൻ പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു കുഞ്ഞു പൂവിലും ഒരു മണൽ തരിയിലും ഒളിച്ചിന്നും സൗന്ദര്യമേ, ഒരു കൊച്ചു കാറ്റായി ഒരു വെയിൽ നാളമായി തഴുകുന്ന സാന്നിധ്യമേ, ദൈവസ്നേഹമേ. ഒരു കുഞ്ഞു പൂവിലും ഒരു മണൽ തരിയിലും ഒളിച്ചിന്നും സൗന്ദര്യമേ, ഒരു കൊച്ചു കാറ്റായി ഒരു വെയിൽ നാളമായി തഴുകുന്ന